സ്കൂളിൽ വന്നേക്കാം. There's no one 9 numbers. Good morning. Good morning. Good morning. വളരെ സന്തോഷത്തോടെ ഞാൻ എല്ലാ വർഷവും ആരോഗ്യം തന്നെ പറയുകയാണ്. 22 വർഷവും നമ്മുടെ കൊച്ചുകുട്ടികളെ കാണാനും എന്നും ഈ പ്രായത്തിരിക്കാനും നിങ്ങളെ പോലെ തന്നെ നമുക്ക് പ്രായമായിരുന്നില്ല ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ ഇന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. എങ്കിലും അതിന് മുന്നായിട്ട് എനിക്ക് നമ്മുടെ സ്കൂളിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. നമ്മളുടെ സ്ഥാപനം 3 വർഷമായിട്ടുള്ളൂ. നമ്മുടെ കുട്ടികളുടേതായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പണ്ടത്തെ പാരൻസിൻ്റെ ഒരു ജോലി ഇപ്പോഴത്തെ പാരൻസ് കാണാനില്ല. അത് അപ്പോഴത്തെ പാരൻസ് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട് ഉള്ളതാണ്. കാരണം എല്ലാവരും മൂത്ത മകൾ പഠിക്കുമ്പോൾ അവര് 8ാം ക്ലാസ്സിലായിരുന്നു. നിങ്ങൾക്ക് LKG-യിലെ ടീച്ചറ് 17 വർഷമായി. ഞങ്ങളിങ്ങനെയാണ് എന്നും നമ്മുടെ മക്കളെ ഈ 22 വർഷമായിട്ടും ഒരേ രീതിയിൽ നല്ല അച്ചടക്കത്തോടുകൂടി വളരണമെന്നുള്ള മനോഭാവത്തോടുകൂടി തന്നെയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങൾ മാറ്റങ്ങളുണ്ടെങ്കിലും നമ്മുടെ മക്കളുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫാണ് ഞങ്ങൾ 3 പേരും. ഞാൻ എല്ലാവർക്കും സാഹചര്യ പ്രസംഗമാണ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ പറയുന്നത് എന്നാൽ 45 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 20-28 പേര് അവര് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പോലെ വരാതിരിക്കുന്നത് പോലെ തന്നെ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ, അതായത് ആഘോഷത്തിന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്ക് ഇന്ന് അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ഈ 40 പാരന്റിന്റെയും സഹകരണം ഉണ്ടായിരിക്കണം. എത്ര ജോലി തിരക്കാണെങ്കിലും അതുപോലെ പക്ഷേ നമ്മുടെ പാരന്റ്സിനോട് കുഞ്ഞിന്റെ വിമർശയാണ്. അത് കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കുക. പക്ഷേ കുട്ടികളെ അതിനായിട്ട് മാക്സിമം പോലെ പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേ പിന്നെ കുട്ടികളുടെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മളോട് നേരിട്ട് ഡീൽ ചെയ്യാം. ഞങ്ങളിൽ നിന്നും കിട്ടാത്തൊരു മറുപടി ഉണ്ടെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് സാറാണ് ഇതിനെ സമ്മതിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എത്തുന്നത് നമ്മുടെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളായി കിട്ടുന്ന ഉണ്ണീഷാണ്. അവർക്കോ അവരുടെ വലിയ സ്ഥാപനമാണ്. അതായത് 7 ലക്ഷം തുടങ്ങി +2 തലം വരെ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ സ്ഥലമാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ അതിന്റെ ഒരു ഇന്റർവ്യൂ നടത്തുന്നത് അവരെ കൂട്ടാളികൾക്ക് ഇതൊക്കെ സാധിച്ചില്ല. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ണീഷാണ് നമ്മുടെ പ്രൈസ് വളരെ എത്തിക്കുന്നത്. അതുപോലെ എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾക്ക് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് പ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ആ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് ആണ്. അത് ഇവരുടെ കൈകളിലും നമ്മുടെ ആശുപത്രി പറയുന്നതിന് വേണ്ടി നമ്മുടെ സമാജ സെക്രട്ടറി
വർഷമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ എത്തിച്ചു കൊണ്ടുപോകുന്നു. എല്ലാവർക്കും പരിചയമുള്ളതാണ് നമ്മുടെ ഓൺ ഭാഷ. കുറെ പേരൻസ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടുത്തെ പാരൻസിനെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ഹെഡ്മിസ്ട്രസ്സായ ഹെഡ്മിസ്ട്രസ്സായ കോടി മാഷ്. അപ്പോൾ കോടി മാഷ് നിങ്ങളുടെ മക്കൾക്ക് ആശംസകൾ അറിയുന്നതിനും സമ്മാനങ്ങൾ ചെയ്യുന്നതിനുമായിട്ട് ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ അവരുടെ പ്രസിഡന്റ് നമുക്കറിയാം, ഞങ്ങൾ 3 സ്റ്റാഫുകൾ 45 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. 45 കുട്ടികൾക്കും എല്ലാവരുടെ പ്രവർത്തനങ്ങളും നടത്തുന്നെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കാം. പുതിയ എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയാണ്. പുതിയ അക്ഷരങ്ങൾ പഠിച്ച് വലിയ കുട്ടികളാവാനായിട്ട് അതായത് എല്ലാവരും അല്ലേ. ഞാൻ നേരത്തെ കുറച്ച് കുട്ടികളോട് തന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മോള് ഇവിടെ പഠിച്ചപ്പോൾ 1ാം ക്ലാസ്സിലാണ്. ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാനും അതേപോലെ തന്നെ നന്നായി കെയർ ചെയ്യാനും അവർ പഠിക്കാനും ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളുടെ നോക്കാൻ പോകുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനോടൊപ്പം കഴിഞ്ഞ രാഹുൽ കുറേയെങ്കിലും അംഗനവാടിയിലും അതുപോലെ പ്രൈമറിയിലും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളിത് പേര് കൊടുക്കുന്ന തന്നെ പ്രവേശനോത്സവം കുട്ടികളുടെ ഒരു ഉത്സവ രീതിയാണ്. എല്ലാവരും ഓടിക്കളിക്കുക. ആർക്കും അങ്ങനെ വിദ്യാഭ്യാസം സർവജന പ്രധാനം. അപ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഒപ്പം ഡിസിപ്ലിൻ കൂടി പഠിക്കും. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ സ്കൂളിൽ ടീച്ചർ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞു രാവിലെ കുട്ടികളെ നേരത്തെ എണീപ്പിക്കണം, ബസ്സിൽ കയറ്റി വിടണം അല്ലേ. ഇത്രയും നാളും അങ്ങനെ ഒരു ചിട്ടയില്ലാത്ത ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്താമെങ്കിൽ നമ്മുടെ കാര്യം ഓർമ്മപ്പെടുത്തിയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നൽകുന്നത് ഞങ്ങൾ സമ്മാനം വിതരണം ചെയ്യുന്നതിനായി Join me. Admira.
ഓക്കെ നമ്മളുടെ കുട്ടികൾക്ക് ആശംസകൾ പറഞ്ഞു സമ്മാനം കിട്ടി. അപ്പൊ ഈ LKG കുട്ടികളെ നമ്മൾ ഏൽപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് ടീച്ചറെയാണ്. അപ്പൊ ഗസ്റ്റ് ടീച്ചറെ നിങ്ങൾക്ക് ആശംസകളും നന്ദിയും ഉപദേശങ്ങളും തരുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് ആത്മായ സ്വാഗതം ലഭിക്കും. വ്യക്തികളെ രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ വിദ്യാർത്ഥികളെ വർഷം ആരംഭിച്ച് കുറെ നേരത്തെ ഇപ്പൊ അവര് അധ്യായി തുടങ്ങിയിട്ടായിരിക്കും കാര്യമാണ്. അങ്ങനെ ഇത്ര നേരം ഇല്ലല്ലോ, നല്ല കുട്ടികളാണ് എല്ലാവരും. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ വിശദീകരിച്ചിരുന്നു അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? 4 പേര് നമ്മളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ പഠന കാര്യങ്ങളിലും എല്ലാത്തിലും മാതാപിതാക്കളുടെ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഒരു 4ാം ക്ലാസ് വരെ അവരെ പ്രത്യേകം ശ്രദ്ധിച്ചാലാണ് അവര് ആ ട്രാക്കിലേക്ക് വരുള്ളൂ. ഇപ്പൊ അവർ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ പഠിക്കുന്ന അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ഒരു അറിവാവണം വരെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അപ്പൊ നമ്മുടെ തുടക്കം തൊട്ടതുപോലെ തന്നെ നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി Thank you.